بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന ആദരണീയരായ MGMന്റെ എറണാകുളം ജില്ലാ ഭാരവാഹികൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവലോക നിയന്താവും പരിപാലകനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനവും അതിൻ്റെ പോഷക സംഘടനകളും മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലൊന്നായ ചങ്ങരംകുളത്ത് വെച്ച് ജനുവരി 31 മുതൽ ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന 4 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന 7ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന MGM ജില്ലാ പ്രവർത്തക സംഗമത്തിലും വനിതാ സമ്മേളനത്തിലുമാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന നന്മകളെ സംബന്ധിച്ചും ഏറെ ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളെക്കാളേറെ അത് നെഞ്ചോട് ചേർക്കുകയും അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രയോഗവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സദസ്സിനോട് മുജാഹിദത്തായ ഒരു സഹോദരിക്കുണ്ടാകേണ്ട ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്.
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്ത്രീ സമൂഹത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം വേറൊരു മതഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമാണ് സ്ത്രീ സമൂഹത്തിന്റെ മോചനം നൽകിയതെന്നും ജീവിക്കാനുള്ള അവകാശം നൽകിയതെന്നും വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനം അവൾക്ക് നൽകിയതെന്നും നേരത്തെ വിശദീകരിച്ച നാസറിൻ വരിയുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു, പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നെഞ്ചിലേറ്റുകയും അള്ളാഹുവിന്റെ പ്രവാചകന്മാര് വിശദീകരിച്ചു തന്ന ഒരു ആദർശത്തിന്റെ വക്താക്കളായി മാറി അജ്ഞതകളിലും അരാജകത്വങ്ങളിലും അന്ധകാരങ്ങളിലും അലഞ്ഞുതിരിയുന്ന ഒരു സമൂഹത്തെ സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ച് ഏറെ നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിഭയാനകരമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലും സന്ദർഭത്തിലൂടെയുമാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും ഈ സമൂഹത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുമുള്ള ബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ഇന്ന് നമ്മൾ മാറിക്കഴിഞ്ഞോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യണം. അവരാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നു. സ്നേഹിക്കുന്നവരെ മുഴുവൻ തിരിച്ച് സ്നേഹിക്കാനും ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അതിനേക്കാളേറെ അവരെ തിരിച്ച് സ്നേഹിക്കാനും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസിനികളായും സത്യവിശ്വാസികളുമായ ആളുകൾ. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയുമാണ് ലോകത്തുള്ള സകലരെ ഓർക്കുന്നതിനേക്കാളും ഒരു വിശ്വാസിയായ അടിമക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളതെന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ അവരേറ്റവും അധികം ഓർക്കുന്നത് നാട്ടിലുള്ള നാട്ടുകാരെക്കുറിച്ചോ വീട്ടിലുള്ള വീട്ടുകാരെക്കുറിച്ചോ അല്ല, അതിനേക്കാളേറെ അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനായൊരു നാഥനെക്കുറിച്ചാണ് സത്യവിശ്വാസികൾ ഏറ്റവും അധികം ഓർക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പടച്ചതമ്പുരാൻ അവന്റെ മഹത്തായ പ്രതിഫലവും പാപമോചനവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന, സമാധാനപൂർവമായൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളോട് ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ജീവിതത്തിൽ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ? ശാന്തി നിറഞ്ഞൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല നന്മകളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ സിനിമാശാലകളിലും അതുപോലെ തന്നെയുള്ള വൃത്തികേടുകളിലും അല്ല നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടത്. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളെ സൃഷ്ടിച്ച നാഥനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ കഴിയുമോ? എങ്കിൽ ജീവിതത്തിൽ സമാധാനം നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയും. മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു, സബക്കൽ മുഫരിദൂൻ, മുഫരിദീങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്ക് മുൻകടക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് മുൻകടക്കപ്പെട്ട ഒരു ജനതയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, ആരാണ് സ്വർഗത്തിലേക്ക് മുൻകടക്കപ്പെട്ടവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാകിറൂനല്ലാഹ കസീറൻ വസാകിറാത്ത്. അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരാണവർ. മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകളുടെ ലക്ഷണം വിശദീകരിച്ചിട്ട് ഖുർആൻ പറഞ്ഞ 3 അടയാളങ്ങളുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾ ആരെ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വന്നാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വന്നാൽ, വജിലത്ത് ഖുലൂബുഹും, പേടികൊണ്ട് വിറക്കുന്ന ഹൃദയങ്ങളുള്ളവരായിരിക്കും അവർ. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, വേദഗ്രന്ഥത്തിൽ ആയത്തുകൾ അവർക്ക് മേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, സാദതുഹും ഈമാനൻ, ഈമാൻ വർദ്ധിക്കണവരായിരിക്കും അവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും വേദനകളിലും എല്ലാം അവരെ സൃഷ്ടിച്ചൊരു നാഥനിൽ ബരമേൽപ്പിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികളായ ആളുകൾ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വന്നാൽ പേടികൊണ്ട് വിറക്കുന്നൊരു ഹൃദയമുള്ളവരെ,
വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് കൊടുങ്കാറ്റുകൾ കടന്നു വന്നാലും, ഏത് മലവെള്ളപ്പാച്ചിലുകൾ കടന്നു വന്നാലും അടിപതറാത്ത, ഒലിച്ചു പോകാത്ത ആത്മധൈര്യമുള്ളവരായിരിക്കും സത്യവിശ്വാസികളായ ആളുകൾ. ഈ ഗുണവിശേഷണങ്ങളിൽ പെടാൻ അർഹതയുള്ളവരാണോ ഇന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്ത്? ഇന്നത്തെ മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥ എന്ത്? ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത കച്ചവടച്ചരക്കുകളായി സഹോദരിമാര് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളാണെന്ന് സാമ്രാജ്യത്വത്തിന്റെ കച്ചവടച്ചരക്കായി, അവരുടെ കണ്ണുകൾക്ക് മുന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിലെ റിസപ്ഷൻ കൗണ്ടറുകളിൽ ആളുകളെ സ്വീകരിക്കാനിരിക്കുന്ന 17-കാരി 18-കാരി പെൺകുട്ടിയോടുള്ള അവളോടുള്ള ദയ കൊണ്ടല്ല, മാദകത്വം തുളുമ്പുന്ന പെൺകുട്ടികളെ ആശുപത്രികളിലെ റിസപ്ഷൻ കൗണ്ടറുകളിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. മറിച്ച് അവളുടെ സൗന്ദര്യം ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന സാമ്രാജ്യത്വത്തിനു വേണ്ടിയുള്ള കുഴലൂത്തുകളാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷനുകളിലൂടെയും കച്ചവട പരസ്യങ്ങളിലൂടെയും സ്ത്രീ സമൂഹത്തെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആദർശങ്ങളെ, അവരുടെ നന്മകളെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തികൾക്കെതിരെ പ്രതികരിക്കേണ്ടവരാണ് മുസ്ലിം സഹോദരിമാർ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു കളയരുത്. നമ്മുടെ മുൻഗാമികളായി കടന്നുപോയ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവർ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അവരാഗ്രഹിച്ചൊരു സ്വർഗത്തിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കാനിരിക്കുന്നത്. അവരെ കാണുകയും അവരോർക്കുകയും അവർ സ്വപ്നം കണ്ടുകയും ചെയ്ത സുന്ദരമായൊരു സ്വർഗം. ആരാ നമ്മുടെ മുൻഗാമികള്? ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്ത്? പണ്ട് കാലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ നടന്നുപോയാൽ ഉമ്മമാരുടെ, സഹോദരിമാരുടെ സുന്ദരങ്ങളായ ഖുർആൻ പാരായണങ്ങൾ ഏത് സ്ഥലത്തു നിന്നും, വീടുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും മുസ്ലിം സഹോദരിമാരുടെ സുന്ദരങ്ങളായ ഖുർആൻ പാരായണങ്ങൾ. ഇന്നോ മഗ്രിബ് നിസ്കാരത്തിന് പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കണ 80-കാരി വല്ലുമ്മ പോലും നിസ്കാരം കഴിഞ്ഞാൽ തൊട്ട് മുന്നിലേക്കുന്ന കിഴക്കോട്ട് തിരിഞ്ഞ് അതിന്റെ മുന്നിലെ ടെലിവിഷനുകൾക്ക് മുന്നിലേക്കാ തിരിയാനുള്ളത്. ഇന്നലകളിൽ നാട്ടിൽ കരണ്ടില്ലായിരുന്നു. മിനിഞ്ഞാന്ന് കാച്ചാൻ വെച്ച പാലിൽ അമ്മ ഇട്ട ഉപ്പിന്റെയും പഞ്ചസാരയുടെയും തോതുകൾ പരിശോധിക്കുകയും അത് ഓർക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ട മനസ്സുകൾ ഇന്ന് നാട്ടിലെ കലാപങ്ങളെക്കുറിച്ചും, നാട്ടിലെ കച്ചവടങ്ങളെക്കുറിച്ചും, പാർട്ടികളെക്കുറിച്ചും, മീറ്റിങ്ങുകളെക്കുറിച്ചും, കല്യാണങ്ങളെക്കുറിച്ചുമുള്ള ആവലാദികളിലും വേവലാദികളിലുമാണ്. നിസ്കാരം എന്നീ സമൂഹത്തിന് നിർവഹിക്കാൻ കഴിയണില്ല. നോമ്പ് ഈ സമൂഹത്തിന് നിർവഹിക്കാൻ കഴിയണില്ല. ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് ഈ സമൂഹത്തിന് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതോ അള്ളാഹുവിന്റെ സ്വർഗം, നമ്മൾ പ്രതീക്ഷിക്കുന്നതോ പടച്ച തമ്പുരാന്റെ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സമൂഹം ആ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കുന്നവരാ. പ്രവാചകൻ വിശദീകരിച്ചു, നരകത്തിലേക്ക് ഒരാൾ പ്രവേശിക്കില്ല. ആര് പ്രവേശിക്കില്ല? ബകാമിൻ ഖശിയത്തില്ല. പടച്ചവനെ കുറിച്ചോർത്ത് കണ്ണുനീരൊഴുക്കുന്ന ഒരടിമ നരകത്തിലേക്ക് പ്രവേശിക്കില്ല. ഏതുവരെ? ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പുറത്തു വന്ന പാൽ ഒട്ടകത്തിന്റെ അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ നരകത്തിലേക്ക് അവർ പ്രവേശിക്കില്ല. എന്തേ ക്വാളിഫിക്കേഷൻ? ബകാമിൻ ഖശിയത്തില്ല. പടച്ചവനെ കുറിച്ചോർത്തൊന്ന് കരയാൻ കഴിയുന്നവർ, പടച്ചവനെ കുറിച്ചോർത്തൊന്ന് സങ്കടപ്പെടാൻ കഴിയുന്നവർ. എന്തിനൊക്കെ നമ്മൾ കരയും? എന്തിനൊക്കെ നമ്മൾ സങ്കടപ്പെടും? എത്രയെത്ര നേരത്തെ വിശദീകരിച്ചു. ടെലിവിഷനുകളിലെ സീരിയലുകളിലെ നായികന്മാരെ ഓർത്ത്, അവരുടെ അസുഖങ്ങളെ ഓർത്ത്. ബാപ്പക്ക് അസുഖം വന്നാൽ പോലും ജീവിതത്തിൽ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാത്ത പെണ്ണുങ്ങളും സഹോദരികളും ഇന്ന് ടെലിവിഷനുകളിൽ അബ്രപാളികളിൽ മിന്നിമറിയുന്ന നായികന്മാരുടെ സങ്കടങ്ങൾ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന ഗതികേടിൽ നിന്ന് പടച്ചവന്റെ പുരാന്റെ സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷകളിലാണോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണതെന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടത്. ആ സ്വർഗം നമുക്ക് അന്യമാണോ? ആ സ്വർഗമാണോ നമുക്ക് പ്രവേശിക്കാനുള്ളത്? ആര് പ്രവേശിച്ച സ്വർഗമാണെന്നറിയൂ? ഫറോവ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളും തന്റെ കാൽ കീഴിൽ ഒരുമിച്ച് കൂടപ്പെട്ട സന്ദർഭത്തിൽ ആസിയ ബീവി പറഞ്ഞ വാചകം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവയുടെ രാജ്ഞി പദവി എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈജിപ്തിന്റെ രാജ്ഞിയായി എനിക്ക് ഈ നാട്ടിൽ വാഴണ്ട. മറിച്ച് അക്രമിയായ ഫറോവയുടെ ഉപദ്രവത്തിൽ നിന്നും, അക്രമിയായവന്റെ ജനതയുടെ ഉപദ്രവത്തിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ നിന്റെ അടുക്കൽ ഒരു വീടാണ് എനിക്ക് പകരം നൽകേണ്ടതെന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആസിയ ബീവി കടന്നുപോയ സ്വർഗത്തിലേക്കല്ലേ നമ്മളും കടന്നു പോകാനുള്ളത്? പക്ഷേ ആസിയ ബീവിയുടെ ജീവിതവും ഇന്നത്തെ ആസിയമാരുടെ ജീവിതവും നമ്മൾ താരതമ്യപ്പെടുത്തുക. ആ പടച്ചതമ്പുരാന്റെ അടിമയായ സത്യവിശ്വാസിനികൾക്ക് മാതൃകയായ സ്വഹാബ വനിതകളും ആസിയ ബീവിയും മറിയം ബീവിയൊക്കെ കടന്നുപോയ സ്വർഗാവകാശികളാകാൻ എന്തർഹതയാണെന്ന് നമുക്കുള്ളത്?
എന്ത് യോഗ്യതയാണ് ഈ സമൂഹത്തിനുള്ളത്? വളരെ മോശകരമായ അന്തരീക്ഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും കടന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഒരു ഇസ്ലാമിനെ കുറിച്ചൊരു കാര്യം അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമിൻ്റെ ഒരു കാര്യം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഈ ഉമ്മത്തിന് കഴിയില്ല. ഇപ്പം നമുക്കറിയാം, 10 ക്രിക്കറ്റ് കളിക്കാരെ പേര് നമ്മുടെ വീടുകളിലെ കുട്ടികളോട് പറയാൻ പറഞ്ഞു അല്ലെ, അവരെ വളരെ സുന്ദരമായി പറഞ്ഞു തരും. ക്രിക്കറ്റ് കളിക്കാരെ പേരും പറയും, നാടും പറയും, 2ാം കെട്ട് കെട്ടിയ അതുവരെ നമുക്ക് അവർ പറഞ്ഞു തരും, വളരെ സുന്ദരമായി പറഞ്ഞു തരും. പുതുതായിട്ട് അവതരിക്കപ്പെട്ട ഏതെങ്കിലും സിനിമകളിലെ, ഇംഗ്ലീഷ് സിനിമയിലെ, ഹിന്ദി സിനിമയിലെ, മലയാളം, ഏത് ഭാഷകളിലെ സിനിമയുടെ ഒരു പാട്ട് പാടാൻ 3ഉം 4ഉം വയസ്സുള്ള കുട്ടികളോടൊന്ന് പറയാൻ പറയുമ്പോൾ സുന്ദരമായി അവർ നമുക്ക് പാടിത്തരും. അതിൽ വീട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി നമ്മുടെ കുട്ടികളുടെ പാട്ട് നമ്മൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. എന്നാൽ പടച്ചതമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കുക, 10ഉം 20ഉം 30ഉം 40ഉം വയസ്സുള്ള മക്കളുള്ളവരുണ്ട് ഈ സദസ്സിലെ. ചെറിയ കുട്ടികൾ മക്കളായിട്ടുള്ളവരുണ്ട്, പ്രായമുള്ള മക്കളുള്ളവരുണ്ട് അല്ലേ. ആ കുട്ടികളോടൊരു 10 സ്വഹാബത്തിന്റെ പേര് പറയാൻ പറഞ്ഞ അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, 10 ആള് സ്വർഗ്ഗത്തിലാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തുൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന അല്ലേ. 10 ആളുകളുടെ പേര് എണ്ണി പറഞ്ഞതുപോലെ ഇപ്പൊ 10 സ്വഹാബികളുടെ പേര് പറയാൻ പറഞ്ഞ അത് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു മടങ്ങും നമ്മുടെ വിരലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മടങ്ങും നമ്മുടെ വിരലേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഏറിയ ഒരു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു കൂടി കഴിഞ്ഞ പിന്നെ ഏത് സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ട് മടക്കാൻ കഴിയും? നമ്മുടെ മക്കളുടെ വിരലുകൾ അല്ലേ. കുട്ടികൾ പോട്ടെ, നമുക്ക് പറയാൻ കഴിയുമോ? ഒരു 10 സ്വഹാബികളുടെ പേര്, 10 അശ്റത്തുൽ മുബശ്ശിരീനെ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബത്തിന്റെ പേര് ഒറ്റ ഇരിപ്പിന് പറയാൻ കഴിയണ എത്ര സഹോദരിമാരുണ്ടാകും ഈ സദസ്സിൽ? ചോദിക്കണില്ല, നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കുക. ആസിയ ബീവിയും മറിയം ബീവിയും അതുപോലുള്ള വലിയത്താക്കപ്പെട്ട പെണ്ണുങ്ങൾ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആ സ്വഹാബ വനിതകൾ കടന്നുപോയ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എന്തർഹതയുമായിട്ടാ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ സ്വർഗമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു നന്മയും ജീവിതത്തിലില്ലാത്ത, ഒരു നന്മയും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളായിട്ടാണോ നമ്മൾ മാറണത്? ഇസ്ലാമിക കാര്യങ്ങളോട് ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, വരണം അല്ലേ. എന്താ നമ്മുടെ അഭിപ്രായം? ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് പറയാം, എന്നാണ് ചൊവ്വാഴ്ച ആണെങ്കിൽ 2 അഭിപ്രായം ഉണ്ടാകും നമ്മുടെ ആളുകൾക്ക്. എന്താ 2 അഭിപ്രായം? ഒന്നെങ്കിൽ ചൊവ്വാഴ്ച പരിസരത്തുകൂടി നമ്മൾ ആരും പോയല്ല, ഖുർആൻ ക്ലാസ് എവിടെ നടക്കണത് ആ പരിസരത്തുകൂടി നമ്മൾ പോയല്ല. അല്ലെങ്കിലോ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് ആർക്കുണ്ടായാല. എന്നാ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒരു കാർണിവൽ വന്ന്, ഒരു ഫെസ്റ്റിവൽ വന്ന്, ഒരു ഗാനമേള വന്ന്, തന്നെ മുസ്ലിങ്ങളായ അല്ലേ ഭാര്യയും ഭർത്താവും മക്കളുടെ കരം പിടിച്ചിട്ട് ആ അങ്ങാടികളിലൂടെ 4-6 മണിക്ക് ഗാനമേള തുടങ്ങണമെങ്കിൽ 4 മണി മുതൽ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കണതോ പടച്ചതമ്പുരാന്റെ സ്വർഗവും. എങ്ങനെ ഈ ഉമ്മത്ത് രക്ഷപ്പെടും? ഇസ്ലാമിക ചരിത്രത്തിൽ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും. അതുകൊണ്ടാ അവർക്ക് സ്വർഗം കിട്ടിയത്. പടച്ചവനെ കുറിച്ചുള്ള പേടിയായിരുന്നു ഏത് സമയത്തും അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. നിങ്ങൾക്കറിയോ, ഏത് സമയത്തും അവർ അള്ളാഹുവിലേക്ക് പടച്ചതമ്പുരാൻ തിരിച്ചു വിളിച്ചിരുന്നു. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സുകളിൽ നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു ദിവസം കൂടിയിരിക്കണ കുറച്ച് സ്വഹാബികൾ അവിടെ കൂട്ടത്തിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച 6 ആളുകളിൽ ഒരാളായിരുന്നു. 6 ആളുകളിൽ ഒരാൾ, ആദ്യം വിശ്വസിച്ച 6 ആളുകളിൽ ഒരാൾ. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും ഉയരം കുറഞ്ഞ സ്വഹാബിയായിരുന്നു, ഉയരമില്ലാത്തൊരു സ്വഹാബി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ആ മരത്തിൽ നിന്ന് എനിക്ക് അറാഖിന്റെ കൊള്ളി ആര് പറിച്ചു കൊണ്ടുവന്ന് തരും? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യം ഓടി. ഉയരില്ലാത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരത്തിൽ വളരെ പ്രയാസപ്പെട്ട് കയറി ഒരു അറാഖിന്റെ കൊള്ളിയും പറിച്ച് തിരിച്ച് ഓടി പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബികൾ എല്ലാവരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നടത്തം കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉയരക്കുറവ് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, അല്ല നബിയെ, അദ്ദേഹത്തിന്റെ നടത്തം കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിക്കണത്. ഉയരില്ലാത്തൊരാൾ ഓടി വരുമ്പോൾ ആ ഓട്ടത്തിന്റെ ആ ഒരു രസം കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തലഹഖൂന ബിഖദമി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിച്ചത്? ഒന്നും സംസാരിക്കാതിരുന്ന സ്വഹാബത്തിനോട് ഉഹദ് പർവ്വതത്തിന്റെ നേരെ കരങ്ങൾ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആ ഉഹദ് പർവ്വതമില്ലേ നിങ്ങൾ കാണുന്നത്? നാളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പടച്ചതമ്പുരാന്റെ കോടതിയിൽ വരും. മീസാന്റെ തട്ടില് ഇബ്നു മസ്ഊദിന്റെ 2 കാലുകളും ഉഹദ് പർവ്വതവും കൊണ്ടുവന്ന് വെച്ചാൽ ഇബ്നു മസ്ഊദിന്റെ കാലുകൾക്കായിരിക്കും കനം തൂങ്ങുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചോ.
ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മക്കയിൽ നിന്ന് മദീനത്തേക്ക് എന്നപ്പോ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചത് അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ ഉദുപർവ്വതത്തിന്റെ മലയിടിവാരത്തെക്കാളരെ കനം തൂങ്ങുന്ന കാലുകളുമായി മീസാന്റെ തട്ടിൽ നിൽക്കുന്ന ഇബ്നു മസ്ഊദേ, നിനക്കും മടങ്ങാൻ സമയമായിട്ടില്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്കും അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലേക്കും. നാളെ ആലോചിച്ച് നോക്ക്, കളമശ്ശേരി എറണാകുളത്തെ കളമശ്ശേരിയിലെ ഈ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരിമാരും നമ്മൾ ആലോചിക്കുക, നമ്മളോട് ആയത്തോതി നോക്ക്. അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾക്ക് മടക്കാൻ സമയമായിട്ടില്ലേ? അവതരിപ്പിച്ച് കിട്ടിയ വേദഗ്രന്ഥത്തിലേക്കും ആ പടച്ചവനെ കുറിച്ചോർത്തൊന്ന് നെടുവീർപ്പെടാൻ കഴിയുന്നവർക്കാണ് അള്ളാഹുവിന്റെ സ്വർഗമുള്ളത്. സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറജുലൻ ദക്കറല്ലാഹു ഖാലിയൻ വഫാലത് ഐനാഹു. ഒറ്റക്കിരുന്നിട്ട് പടച്ചോനെ കുറിച്ചോർത്ത് കണ്ണുനീരൊഴുക്കാൻ കഴിയുന്ന ആളുകൾക്കെന്ന്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലുണ്ടെന്ന് പറയുമ്പോൾ ആ അർശിന്റെ തണൽ ലഭിക്കാൻ അർഹതയുള്ളവരാണോ നമ്മളെന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇന്ന് വളരെ ഒരു പടച്ചവനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ജീവിതത്തിലില്ല. ഒരു രംഗത്തും പടച്ചവനെ കുറിച്ച് ഓർക്കാൻ കഴിയണില്ല. നിസാരമായിട്ട് ഭക്ഷണം കഴിക്കണ രംഗത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം. കാരണം എന്താ? ഫൈന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവനും ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനും മുസ്ലിങ്ങളല്ല, ഇബ്ലീസിന്റെ അനുയായിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ നമുക്കെല്ലാം ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് ഈ ഗ്ലാസ്സിലൊന്നും എടുത്ത് വെള്ളം കുടിക്കാൻ വലത് കൈ കൊണ്ട് ഒരു വെള്ളം കുടിക്കാൻ മോശം. നമ്മൾ ഇടത് കൈ കൊണ്ടേ കുടിക്കുള്ളൂ. ആ തിന്നണ കൈ കൊണ്ട് ഗ്ലാസ് പിടിക്കണത് ഒരു മോശമല്ലേ എന്ന് കരുതുന്ന സമൂഹം. എന്നിട്ടോ ഒരിക്കലും നമ്മുടെ ഉമ്മമാര് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ, മക്കൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കുടിക്കരുതുമ്മ, അത് തിന്മയാണ്, മുസ്ലിമീങ്ങളുടെ അടയാളമല്ലെന്ന് എന്ന് പോലും പറഞ്ഞു കൊടുക്കാനുള്ള മാനസികമായൊരു പരിവർത്തനം സിദ്ധിക്കാത്തവരല്ലേ നമ്മൾ? നിങ്ങൾക്കറിയോ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വന്നു. ഉമ്മയുടെ അടുക്കലേക്ക്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വന്നു. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, എന്തേ നീ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു പോരാനുള്ള കാരണം? അപ്പൊ ഉമ്മയുടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, യുദ്ധത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നത് മരണത്തിന്റെ പേടി കൊണ്ടല്ല, പക്ഷെ എന്നെ അവർ കൊന്നു കഴിഞ്ഞാൽ, വധിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം അവർ അംഗവിച്ഛേദം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടണുമ്മ അല്ലെ, എന്റെ ശരീരത്തിന്റെ കരങ്ങളും കാലുകളൊക്കെ മുറിച്ച് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, മോനെ, ഒരാടിനെ കൊന്നിട്ട് ആടിനെ കെട്ടിത്തൂക്കി അതിന്റെ തോലുരിച്ചു കളഞ്ഞാൽ ആടിഞ്ഞ് വേദനിക്കുമോ മോനെ? ഇല്ല ഉമ്മ. എങ്കിൽ നിന്റെ മരണശേഷം നിന്നെ അവരെന്ത് കാട്ടിക്കൂട്ടിയാലും എന്തേ നിനക്ക് പ്രശ്നം? യുദ്ധക്കളത്തിലേക്ക് ഇസ്ലാമിക മാർഗത്തിൽ ജിഹാദിനു വേണ്ടി മകനെ പറഞ്ഞേക്കുന്ന അസ്മാ ബീവി പ്രവേശിച്ച സ്വർഗം. ആ സമയത്ത് ഉമ്മയുടെ അടുക്കലെത്തി മകനെ എന്നിങ്ങനെ ആശ്ലേഷിക്കുന്ന സന്ദർഭത്തിൽ ഇരുമ്പിന്റെ കവചങ്ങൾ ആ ഉമ്മയുടെ കരങ്ങളിൽ ഇങ്ങനെ തട്ടി. ആ ഉമ്മ ചോദിച്ചു, മോനെ, എന്തിനാ ഈ ഇരുമ്പിന്റെ വസ്ത്രങ്ങൾ നീ അണിഞ്ഞിരിക്കുന്നത്? അത് യുദ്ധത്തിലൊരു പരിചയാകുന്നതിന് വേണ്ടിയാണ്. മോനെ, ഇതണിഞ്ഞല്ല നീ യുദ്ധത്തിന് പോകേണ്ടത്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ ഈ വസ്ത്രം നീ ഊരിയെറിഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് ചെന്ന് പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നീ പോരാടണമെന്ന് മക്കളെ താക്കീത് ചെയ്ത് പറഞ്ഞേക്കുന്ന ഉമ്മമാർ ഈ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ സമുദായത്തിന് മോചനുണ്ട്. അല്ലെങ്കിലോ എന്നും നിന്ദതയിലും നികിട്ടതയിലും മാത്രം നമ്മൾ കഴിഞ്ഞുകൂടേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തെക്കുറിച്ച് താക്കീത് ചെയ്തു. ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. വിശന്നു വലഞ്ഞ ചെന്നായ്ക്കൾക്ക് മുന്നിൽ ഭക്ഷണപ്പൊതി വെച്ചു കൊടുത്താൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ഈ ഉമ്മത്തിനെ കടിച്ചു കീറുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ചോദിച്ചു, നബിയെ, ഞങ്ങൾ എണ്ണത്തിൽ ന്യൂനപക്ഷമാണോ എന്ന്? എണ്ണത്തിൽ കുറവാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ സമുദായത്തിലെ മുസ്ലിങ്ങൾക്ക്. എന്തേ അവരുടെ പ്രത്യേകത? അവരുടെ ജീവിതത്തിൽ ഖുർആൻ അവരുടെ കരങ്ങളിലുണ്ട്, സുന്നത്ത് അവരുടെ കരങ്ങളിലുണ്ട്. പക്ഷേ ഖുർആനും സുന്നത്തും അവരുടെ ജീവിതങ്ങളിലില്ല. പട്ടിൽ പൊതിഞ്ഞ് കരങ്ങളിൽ ഖുർആനുമായിട്ട് നടക്കുന്നവരായിരിക്കും ഈ സമുദായം.
ഖുർആനുമായിട്ട് നടക്കുന്നവരായിരിക്കും ഈ സമുദായം. പക്ഷേ ആയത്തനുസരിച്ച് ജീവിക്കാൻ അവരെ കിട്ടില്ല, ഹദീസുകൾ അനുസരിച്ച് ജീവിക്കാൻ അവരെ കിട്ടില്ല. അങ്ങനെ യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അമ്പരചുംബികളായ കമാനങ്ങളുള്ള കൊട്ടാരങ്ങളെ മാത്രം ആഗ്രഹിക്കുകയും 6 അടി മണ്ണെന്ന ഖബർ ജീവിതത്തെക്കുറിച്ച് മറന്നുപോകുകയും ചെയ്യുന്ന ഒരു ഗതികേടിലായിരിക്കും എൻ്റെ സമുദായം ജീവിക്കുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആ കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്? ആ കാലഘട്ടത്തിലൂടെയല്ലേ ഇന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്ന് എങ്ങും സമാധാനമില്ല മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സഹോദരിമാർക്ക് സമാധാനമില്ല. ഉമ്മമാരും മാതാപിതാക്കളൊക്കെ പോലീസ് സ്റ്റേഷനുകളിലും കോടതി വരാന്തകളിൽ നിന്ന് കരയണം. എന്തിനാ കരയണത്? നേരത്തെ വിശദീകരിച്ചില്ലേ? അന്യ ചെറുപ്പക്കാരന്റെ കൂടെ മക്കൾ ഇറങ്ങിപ്പോയി. പെൺകുട്ടികൾ അന്യൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. 16 കൊല്ലം നൊന്ത് പ്രസവിച്ചവളെ വളർത്തിക്കൊണ്ടുവന്ന മാതാവിനോടില്ലാത്ത സ്നേഹം 16 ദിവസത്തെ ചെറുപ്പക്കാരനോട് അവൾ കാണിച്ചു. എന്താ കാരണം? ഇസ്ലാം പറഞ്ഞത് കേട്ടില്ല ജനങ്ങൾ. ഇസ്ലാം പറഞ്ഞതുപോലെ കുട്ടികളെ വളർത്താൻ, ഇസ്ലാം പറഞ്ഞതുപോലെ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ആരും തയ്യാറായില്ല. മൂടും മാറും കാണിച്ച് അങ്ങാടികളിലെ കഴുകന്മാർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ മാതാപിതാക്കൾ ഓർത്തില്ല അതിദുരന്തകരമായൊരു കാലഘട്ടത്തിലേക്ക് അവർ പോകുന്നതെന്ന്. ആ പെൺകുട്ടി 16 കൊല്ലം 10 മാസം നൊന്തുപെറ്റ മാതാവിന്റെ സ്നേഹത്തെ അവൾ ഓർത്തില്ല. 16 കൊല്ലം വളർത്തിക്കൊണ്ടുവന്ന മാതാവിന്റെ സ്നേഹത്തെ അവർ ഓർത്തില്ല. 16 ദിവസം കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയ മകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തേ ഇത് സംഭവിക്കാനുള്ള കാരണം? ഇസ്ലാം പറഞ്ഞു കൊടുത്തത് അവർ പഠിപ്പിച്ചില്ല. വഖളാ റബ്ബുകല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, പടച്ചവൻ ആരാധിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന കാര്യം അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇസ്ലാം പറഞ്ഞ വസ്ത്രധാരണം അണിയിച്ച് അവരങ്ങാടിയിലേക്ക് അവർ പറഞ്ഞയച്ചിട്ടില്ല. ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ ആളുകൾക്ക് മടിയാ. പർദ്ദ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മോശമല്ലേ ഈ കാലഘട്ടത്തിൽ? നമ്മൾ പർദ്ദ ധരിക്കണം ഇവിടെ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോഴും അതുപോലെ ഈ പള്ളിയിൽ പോകുമ്പോഴും മാത്രം പർദ്ദ ഇസ്ലാമിക ഈ മുസ്ലിം പെണ്ണുങ്ങൾക്ക്. ആ പള്ളിയില്ലാത്ത സ്ഥലം ഒരു കല്യാണ വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ബന്ധു വീട് സന്ദർശിക്കാൻ പോയാലോ ഒരു ഇസ്ലാമിക വേഷമില്ല. ഇന്നിപ്പോൾ പർദ്ദന്റെ കോലം എന്തായി? പർദ്ദ തന്നെ ഒരു ഡേഞ്ചർ പർദ്ദ. എന്താ ഡേഞ്ചർ? അപായം പർദ്ദ. എവിടെ നോക്കിയാൽ അതൊരു അപായ അല്ലേ? കണ്ടാൽ തന്നെ ഒരു അപായം. പണ്ട് കാലങ്ങളിൽ ചുരിദാറുകളായിരുന്നു, 2 സൈഡിലും മുട്ടുവരെ കീറിയ ചുരിദാർ ഇട്ടുമ്പോൾ ആളുകൾ എന്തിനാ ഇത്ര കീറിയ ചുരിദാർ? അപ്പോൾ അവർ പറയും നായ്ക്കൾ വന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്ന് ഓടണ്ടേ അല്ലെ? കീറായിരുന്നു ഓടാൻ പറ്റുമോ? അപ്പോൾ അത് കാലം പുരോഗമിച്ചു, സമൂഹം പുരോഗതിയിലേക്ക് വന്നു. അപ്പോൾ കീറലൂരം എത്തി 4 സൈഡ് ദൂരം കയറി ഈ പെണ്ണുങ്ങൾ ബസ്സിലൊക്കെ കയറി സീറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വേദഗ്രന്ഥവും ഒരു സുന്നത്തും കിട്ടിയ സഹോദരിമാരല്ലേ ഇവരെ ആലോചിക്കാൻ നമുക്ക് ലജ്ജ തോന്നുന്നൊരവസ്ഥയിലായിരുന്നു കാര്യങ്ങളെത്തി നിൽക്കണത്. തലയിൽ തട്ടണത് എപ്പോഴാ? അത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ തലയിൽ തട്ടം വലിച്ചിരുന്ന പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ പള്ളിക്കത്തെ ഉസ്താദിനെ കണ്ടാൽ വേഗം ഇസ്ലാമിക വേഷം ധരിക്കാൻ തലയിലൊരു മഫ്ത വലിച്ചിരുന്ന സഹോദരിമാര്. ആരെ നമ്മൾ പേടിക്കണത്? ആരെ നമ്മൾ ഭയപ്പെടണത്? അള്ളാഹുവിനെയാണോ നമ്മൾ ഭയപ്പെടണത്? അതോ പള്ളിയിൽ ഉസ്താദുമാരെയാണോ നമ്മൾ ഭയപ്പെടണത്? അവരാരും നമുക്ക് കൂട്ടിനില്ല. ആ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് പർദ്ദ ധരിച്ച് അല്ലേ പല കോലത്തിലും പല രൂപത്തിലുമുള്ള വസ്ത്രധാരണങ്ങൾ. പണ്ട് ഇപ്പോൾ പർദ്ദയും മഫ്തയും ധരിച്ചാൽ തന്നെ ഇപ്പോൾ ഇബ്ലീസ് വഴിപഴപ്പിക്കും. എങ്ങനെയെങ്കിലും ഈ സമൂഹത്തെ പഴപ്പിക്കണം ഇബ്ലീസ്. എങ്ങനെയും പർദ്ദയും മഫ്തയൊക്കെ ധരിച്ച് നല്ല രൂപത്തിൽ വരുന്ന സഹോദരിമാര് അവരെന്താണ് കൈത്തിക്കൂടൊരു ചുറ്റലായി എടുത്തിട്ട് നിങ്ങളുടെ മുഖമക്കനുകൾ മാറുകളിലൂടെ നിങ്ങൾ താഴ്ത്തണം ഇസ്ലാം പഠിപ്പിച്ചു. പക്ഷെ നമ്മളോ അത് കഴുത്തുകൂടി ചുറ്റി. അപ്പൊ 2 ഉപയോഗം. ഇന്നെന്താ? ഒന്ന് നമ്മളിട്ട മാല നാട്ടുകാർ കാണും, പിന്നെ എന്താ ഈ മഫ്ത ഇടുകയും ചെയ്തിട്ട് 2 ഉപകാരം നമുക്ക് കിട്ടി. പടച്ചോനെ പറ്റിക്കണ ഏർപ്പാട്. എവിടെന്നാ ഈ സമുദായം ഇത് പഠിച്ചത്? എവിടെന്നാ ഈ ഉമ്മത്തിന് ഈ ദീൻ കിട്ടിയത്? ഏത് വേഷാ നമ്മൾ ഈ ധരിക്കണത്? പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ അള്ളാഹ് പള്ളി കയറുമ്പോൾ ഒരു പടച്ചോൻ, പള്ളിക്ക് പുറത്ത് വേറൊരു പടച്ചോൻ, കല്യാണ വീട്ടിലൊരു പടച്ചോൻ, അതുപോലെ ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ വേറൊരു പടച്ചോൻ. അതുണ്ട് ഇസ്ലാമില്? അങ്ങനെ ഒരു നിയമമുണ്ട് ഇസ്ലാമില്. ഇസ്ലാമിക വേഷം ധരിക്കാതെ പെൺകുട്ടികളെ പുറത്തിറക്കരുത്, പറഞ്ഞു വിടരുത് നിങ്ങൾ. പണ്ട് കാലങ്ങളിൽ ഈ പ്രായമുള്ള ഉമ്മമാർക്കായിരുന്നു ഇസ്ലാമിക വേഷമില്ലാത്ത ചെറുപ്പക്കാരികളൊക്കെ ഇസ്ലാമിക വേഷം ധരിക്കും. ഇന്നുണ്ടാവും ഉമ്മ മുന്നിൽ, ഉമ്മൻ്റെ മേത്തുണ്ടാകും പർദ്ദ, അതിൻ്റെ മേലൊരു തട്ട, അതിൻ്റെ മേലൊരു തുണി, പിന്നെ അതിൻ്റെ മേലൊക്കെ തുണി. ഇതൊക്കെ കൂടി എടുത്താൽ ഒരു വസ്ത്രം ഇല്ലാത്തൊരു 8 ആൾക്ക് വസ്ത്രം അടിച്ചു കൊടുക്കാനുള്ള ഉണ്ടാവും ഉമ്മാൻ്റെ മേലിൽ. എന്നാ ബാക്കിൽ മോളുണ്ടാവും. ഏത് കോലത്തിലാ? ഉമ്മ ഒരു ലോകത്തിന് സിഗ്നൽ കൊടുക്കേ, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കിൽ വരുന്നതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് അല്ലേ? നാട്ടിലെ കാമം കയറി നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഈ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്ന മാതാപിതാക്കള് സ്വർഗമുണ്ടോ ഇവർക്ക്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടർ നരകത്തിലാണ്, രണ്ടാളുകൾ നരകത്തിലാണ്. ഏതാ? ഒന്ന് പശുവിന്റെ വാല് പോലുള്ള അവയവ ചാട്ട കൊണ്ട് ആളുകളെ മർദ്ദിക്കുന്നവര്. രണ്ടാമത്തെ ആളുകള് നിസാഉന്നവർ പെണ്ണുങ്ങളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ. അല്ലേ? വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവര്. പക്ഷെ വസ്ത്രം ധരിച്ച എങ്ങനത്തെ വസ്ത്രം ധരിച്ചവര്? പക്ഷെ നഗ്നകളാണവര്. നഗ്നകളായ വസ്ത്രം ധരിച്ചിട്ട് നഗ്നകളായ പെണ്ണുങ്ങള് നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പൊ ഇസ്ലാമിക വേഷം ധരിക്കാതെ ആരുടെ മുന്നിൽ? ഇപ്പൊ നമ്മളാലോചിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കേണ്ടത്, സുന്ദരമായി നിങ്ങൾ അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിലാണ്. അപ്പൊ ഭർത്താവ് വീട്ടിലേക്ക് എല്ലുമ്പോണ്ടാകും അടുക്കളയിൽ കരിയും പൊടിയൊക്കെ പിടിച്ച വസ്ത്രമൊക്കെ ഇട്ടിട്ട് മുഖത്തും കുറെ കരി, കയ്യിലും കുറെ കരിയൊക്കെ ഇട്ടൊന്ന് വാതിലടക്കം ഭർത്താവ് ഇതിപ്പോ ഏതാ ഭൂതം അല്ലേ? ആ കൊലൈക്കാരൻ ഭാര്യന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ എന്നാ ഭർത്താവ് ഇങ്ങനെ അങ്ങാടി കൂടി നടക്കുമ്പോണ്ടാകും ഒരു നല്ല എന്താ വസ്ത്രമൊക്കെ ധരിച്ചൊരുത്തി പോണ കാണുമ്പോൾ ഇതിപ്പോ എന്റെ ഭാര്യനെ കൂട്ടുണ്ടല്ലോ, ഏതപ്പ ഈ ഹൂറി അല്ലേ? അങ്ങാടിയിലെ നാട്ടുകാർക്ക് കാണാൻ നല്ല സുന്ദരങ്ങളായ വേഷം ധരിച്ച് പുറത്തിറങ്ങി പോണ സഹോദരികൾ എന്നാ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞിറങ്ങണമെന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ മുന്നിൽ ഏറ്റവും വൃത്തികെട്ട കോലത്തിൽ വരുന്ന സഹോദരിമാര്. എന്നിട്ട് നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? പടച്ചവന്റെ സ്വർഗം. എങ്ങനെ ഈ ഉമ്മത്ത് സ്വർഗത്തിൽ പോകും? എങ്ങനെ ഈ ഉമ്മത്ത് നന്നാകും? എങ്ങനെ ഈ ജനത നന്നാകും? അല്ലേ? ഇനി ഏത് വേദഗ്രന്ഥം വരും നമ്മളെ നന്നാക്കാൻ? ഏത് പ്രവാചകം വരും നമ്മിലേക്ക്? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തിൽ സുഗന്ധം ധരിച്ച് നല്ല സുന്ദരങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശി അങ്ങാടികളിലൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണിന്റെ സൗന്ദര്യം അങ്ങാടികളിലെ ചെറുപ്പക്കാർ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചാരിണിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആരെക്കുറിച്ചാ? സുഗന്ധം പൂശി അങ്ങാടികളിലെ ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇറങ്ങി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അപ്പൊ തിരിച്ചു പോകണം നമ്മൾ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ തിരിച്ചു പോകണം നമ്മൾ. നിങ്ങൾക്കറിയോ, അള്ളാഹുവിനെ കുറിച്ചോർത്ത് വേവധാരത്തിൽപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി അദ്ദേഹം ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ താങ്കൾ കരയുന്നത്? അവരോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ എങ്ങാനും മദീനത്തിൽ മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മദീനയിലൂടെ അലഞ്ഞു തിരിയുന്ന നാൽക്കാലി മൃഗങ്ങളെങ്ങാനും അബൂബക്കർ എന്ന മരത്തിന്റെ ഇലകൾ കടിച്ചു നിന്നിരുന്നെങ്കിൽ ആ പ്രതിഫലം എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഞാനൊരു മനുഷ്യനായിപ്പോയി. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എൻ്റെ വാചകങ്ങളും എൻ്റെ കാൽപാദങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നമുക്ക് ആ ബോധമുണ്ട്. പടച്ചവന്റെ മുന്നിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്ന് ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്ന്. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാളുകൾ നമ്മളെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ബോധത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. ഇപ്പം നമ്മൾ വീട്ടിൽ നല്ല സൗണ്ടിൽ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം പള്ളിയിൽ ഉസ്താദ് കയറി വരും. എന്താ നമ്മൾ ചെയ്യണത്? ഒന്നുകൂടി സൗണ്ട് കൂട്ടുമോ? അല്ലെ നമ്മൾ വേറെ സൗണ്ട് കുറക്കും, അല്ലെങ്കിൽ അത് ഓഫാക്കും. എന്താ കാരണം? ഉസ്താദ് കണ്ട മോശ. എന്നാൽ ആ സമയം വരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ കുറിച്ചൊരു ബോധം, ആ സമയം വരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചവനെ കുറിച്ചൊരു ചിന്ത, ആ ചിന്ത ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നെന്താ? ഇന്ന് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല ഈ സമൂഹത്തിന്, ഈ ഉമ്മത്തിനും നിസ്കാരം നിലനിർത്താൻ കഴിയണില്ല. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് പോലും അറിയാത്ത സമൂഹമായിട്ടാണ് നമ്മൾ മാറിയത്. എപ്പോഴാണ് നിസ്കരിക്കേണ്ടതെന്ന് പോലും ഈ ഉമ്മത്തിനെന്നറിയില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോയി. ആൾ എന്ത് കണ്ടാലും കേട്ടാലും വിശ്വസിക്കണ ഒരു ഖുറാഫിയ. ആ പോകുമ്പോൾ ഉസ്താദുമാർ പറഞ്ഞു, മക്ക മദീനയൊക്കെ മുജാഹിദീങ്ങളുടെ കയ്യിലാണ്, ഒന്ന് കരുതണം. മക്ക മദീനയൊക്കെ വഹാബികളുടെ കയ്യിലാണ്, ഒന്ന് കരുതണം. അപ്പോൾ ആ ചിന്തയായിട്ട് ഇയാൾ ഹജ്ജിന് പോണത്. അല്ല, ജിദ്ദ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോഴും ഇയാളുടെ മനസ്സിലുള്ള ചിന്ത എന്താ? മക്ക മദീനയൊക്കെ മുജാഹിദീങ്ങളുടെ കയ്യിലാണ്, ഒന്ന് കരുതണം, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാം മാറ്റിമറിക്കുന്ന ആൾക്കാരവരെ. അങ്ങനെ ഇയാൾ മക്കത്തേക്ക് എത്തുമ്പോൾ കഅബാല ഇങ്ങനെ കാണുമ്പോൾ സുബൈവാങ് കൊടുക്കണ നേരാ. വേളയിലുമ്പോൾ സുബൈവാങ് കൊടുക്കണം. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്ക് കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മാറ്റി മുജാഹിദീങ്ങൾ ബാങ്കിന്റെ കോലം മാറ്റിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ബാങ്ക് കേട്ടിട്ടില്ല. ളുഹറിന് കേൾക്കുന്നുണ്ട്, അസറിന് കേൾക്കുന്നുണ്ട്, മഗ്രിബിന് കേൾക്കുന്നുണ്ട്, ഇശാക്ക് കേൾക്കുന്നുണ്ട്. ഇതിലൊന്നും ഇപ്പം എന്തില്ല? അസ്സലാത്തു ഖൈറും മിനൻ നൗമില്ല. ആ ബാങ്ക് പോലും മാറ്റിമറിച്ച ആൾക്കാരാണോ എന്നിവരെന്ന് ആലോചിക്കണ കുറേ ആൾക്കാർ. ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കും, ഇമാമിന്റെ പിന്നിൽ ഇപ്പം ജുമയ്ക്ക് നിസ്കരിക്കാൻ ഇമാം എന്നും വലല്ലാഹിം പറയും. നമ്മളെന്ത് പറയും? ആമീൻ. അതൊരു ദിനചര്യ. അത് ദിനചര്യയും മാറി. ഭക്ഷണം കയ്യിൽ നിന്ന് എടുത്താൽ കണ്ണടച്ചാണെങ്കിലും കറക്റ്റ് നമ്മുടെ വായിക്ക് പോകും. അതുപോലെ ഇമാമ് വലല്ലാഹിൻ എന്ന് പറഞ്ഞാൽ ആമീൻ പറയും, നമ്മൾ റെഡിയാ.
നീ ഒരു ദിവസം ഇമാമെങ്ങാനൊരു കട്ടകാലത്തിന് വല ലാല്ലൂൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബാക്കിലിരിക്കണ ഒരു അവസ്ഥ? എന്ന് ഇമാമ് വല ലാല്ലീൻ, നമ്മൾ ആമീൻ. യാദൃച്ഛികമായിട്ട് ഒരു ദിവസം ഇമാമ് വല ലാല്ലൂൻ എന്ന് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളെ പറയും ആമൂൻ പറയും. എന്താ കാരണം? അത്രയും നമുക്ക് നിസ്കാരത്തിലുള്ള ശ്രദ്ധ ഉള്ളു. എന്താ ചെയ്യണത്? അതേ എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലണം, നിസ്കരിക്കണം, ഈ ഓർമ്മയിലാണ്ട് ചെയ്യണം. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിൽ ഒരു ലോറിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ ഇമാമിക്കണത്. ഇവരുടെ കട്ടകാലത്തിൽ ലോറിസ്കാരത്തിൽ ഫാത്തിഹ ഉറക്കി ഓതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം എന്ന് ഓതിയപ്പോഴാണ് ഈ ചെങ്ങായിക്ക് എന്തോ ഓർമ്മ വന്ന്, ഇതിപ്പോൾ ലോറിസ്കാരാണ്, ഫാത്തിഹ പതുക്കെ ഓതുണ്ട്. റഹ്മാൻ റഹീം ഓതി നിർത്തി, പിന്നെ പതുക്കെ ഓതാൻ തുടങ്ങി. ആ പിന്നിലിരിക്കണ ആൾക്കാർ കരുതി ഇപ്പോൾ മാലിക് യൗമിദ്ദീൻ മറന്നുപോയതാണെന്ന് കരുതി മാലിക് യൗമിദ്ദീൻ എന്ന് ഉറക്കെ തിരുത്തി ഓതിക്കൊടുത്തൊരു സമുദായം അല്ലേ? ഇതായി മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. എങ്ങനെ ഈ ഉമ്മത്ത് നന്നാകും? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? പടച്ചവനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ചിന്തയുണ്ടോ? ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വേദഗ്രന്ഥവും നമുക്ക് വേണ്ട. നമ്മുടെ കയ്യിൽ മലയാള മനോരമ, നാനാ, സിനിമാ വാരിക, എല്ലാ സാധനം ഉണ്ട്. എന്നാൽ ഒരു അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം അല്ലെ, ഒരു അൽമനാർ ചേർക്കാനുണ്ട്. അതിപ്പം മൗലവി ഭയങ്കര ടൈറ്റാ ജീവിതമൊക്കെ. എന്നാൽ അവൻ്റെ മേശപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് വായിക്കാനുണ്ട് സകല സിനിമാ മാസികകളും വാരികകളും കുടുംബമാസികകളും എല്ലാം ഉണ്ട്. അവന് വായിക്കാനാണെങ്കിൽ അതുപോലത്തെ സകല പ്രസിദ്ധീകരണങ്ങളും, നാട്ടിലെ പത്രങ്ങൾ, കുട്ടികൾക്ക് വായിക്കാൻ ബാലരമ, ബാലഭൂമി, കളിക്കുടുക്ക സകല പ്രസിദ്ധീകരണങ്ങളുണ്ട്. എന്നാ ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം വാങ്ങാൻ ഒരു അൽമനാറ് വാങ്ങുമോനെ ഇല്ല. ഇപ്പൊ ടൈറ്റാ, ഭയങ്കര പ്രയാസാ വീട്ടിലൊക്കെ. ഇതാ നമ്മുടെ അവസ്ഥ. അത് സഹോദരിമാർക്ക് മാറ്റാൻ കഴിയണില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണില്ല. ഇത് അവരെന്നെയാണ് രാവിലെ പോകും ദൈവത്ത് അല്ലേ? വീട്ടിലെ ചിന്തയില്ല, നാട്ടിലെ ചിന്തയില്ല. ഏതെങ്കിലും ഒരു ദിവസേക്കേ പോയിട്ടുണ്ടാവുള്ളൂ. ഒരു രാത്രി ചിലപ്പോൾ അല്പം വൈകി വന്നാൽ ഈ മനുഷ്യന് വീട്ടിലെയും ചിന്തയില്ല, നാട്ടിലെയും ചിന്തയില്ല. എങ്ങനെ നടക്കണ് അല്ലേ? ഇങ്ങനെ നടക്കണ സഹോദരിമാരെ നമ്മളെങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായി മാറും? എങ്ങനെ ദൈവത്തിന്റെ രീതിശാസ്ത്രം പഠിച്ച മുജാഹിദുകളായി നമ്മൾ മാറും? മുജാഹിദത്തുകളായി നമ്മൾ മാറും? ക്ഷമിക്കാനും കഴിയണില്ല, സഹിക്കാനും കഴിയണില്ല. ഇന്ന് ക്ഷമയും സഹനം ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ ഭക്ഷണമായിട്ട് വന്നു. വേറെ ഭാര്യന്റെ വീട്ടിൽ നിന്ന് വന്നതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ആയിഷ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ തട്ട്, പാത്രവും തകർന്ന് ഭക്ഷണവും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മുണ്ടാതെ സംസാരിക്കാതെ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ അകത്ത് പോയിട്ട് വേറൊരു പാത്രം എടുത്ത് ഈ ഭക്ഷണമൊക്കെ എടുത്ത് അതിൽ വെച്ച് ഒരു മൂലക്ക് വെച്ചിട്ട് റൂമിൽ പോയി ഒന്നും സംസാരിക്കാതിരുന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. നബി എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ എനിക്ക് ക്ഷമിക്കാമായിരുന്നു, നബി എന്നെ ഒന്ന് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയണില്ല, സഹിക്കാൻ കഴിയണില്ല. അള്ളാഹിന്റെ ദൂതരഞ്ഞോട് സംസാരിക്കുന്നില്ല, വർത്താനം പറയുന്നില്ല. നബിന്റെ അടുത്ത് നിന്ന് നബിയെ, എന്നെ രണ്ട് തല്ലിയാൻ എനിക്ക് സങ്കടമല്ല, എന്നൊന്ന് ചീത്ത പറഞ്ഞ എനിക്ക് വിഷമമില്ല, പക്ഷേ അങ്ങനോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ തോളത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ നിന്നോട് ഞാനല്ലാതെ ആരാ ക്ഷമിക്കാനുള്ളത്? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വളരെ കൃത്യ. ഇന്നമ ശദീദുല്ലദി യംലികു നഫ്സു ഇൻദൽ അളബ്. ഒരു ദേഷ്യം വരുമ്പോൾ ഒട്ടന്നെ അങ്ങട്ട് എല്ലാം തീരുമാനിക്കുന്നവനല്ല, മത്സരം കൂടി അടിപിടി കൂടി ശക്തൻ ജയിക്കുന്നവനല്ലടോ നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തൻ. മറിച്ചെന്താ, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ, കോപം വരുന്ന സന്ദർഭത്തിൽ അത് അടക്കി വെക്കാൻ കഴിവുള്ളവൻ. അത് ഭർത്താവ് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞ് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ മറന്നുപോയി. ഉട്ടനെ അങ്ങട്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കല, ഇങ്ങനത്തെ ഒരു ഇതുമില്ലാണ്ട് പിന്നെ കലാപം ഉണ്ടാക്കണ അല്ലേ, പിന്നെ ബഹളം ഉണ്ടാക്കണ സഹോദരിമാരെ അല്ല. ലൈസ ശദീദു ബിസ്സുർഅ. കോപം മത്സരത്തിൽ തമ്മിലടി കൂടി ജയിക്കുന്നവനല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തൻ. ഇന്നമ ശദീദുല്ലദി യംലികു നഫ്സു ഇൻദൽ അളബ്. കോപം വരുമ്പോൾ അതിനടക്കി വെക്കാൻ കഴിയുന്നവൻ. അല്ലേ? ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല, ഇല്ല സാരല്ല മറന്നു പോയേക്കാരൻ, നാളെ മതി അല്ലേ, ഒന്ന് പറയാൻ കഴിയുന്നവരാണ് സ്വർഗാവകാശിയായ ആളുകൾ, അവരാണ് യഥാർത്ഥ ശക്തൻ. അപ്പം അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ആളുകളായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും സഹനവും എല്ലാം. നമ്മൾ പള്ളി കമ്മിറ്റിൻ്റെ ഒരു പിരിവുണ്ട്, വരുമ്പോൾ പെണ്ണുങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആണുങ്ങളാരും ഇല്ല. അല്ലെങ്കിലോ അതേ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പറയും, ഇവിടെ ഒരു 10 രൂപ അല്ലെങ്കിൽ 2 രൂപ 1 രൂപ 50 പൈസ. എന്നൊരു ഗാനമേളൻ്റെ പിരിവുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാട്ടിൻ്റെ പിരിവുണ്ട്, ഇത്ര നമ്മൾ 50, 100, 1000, 10,000 ഇത്ര നമ്മൾ ചെയ്യും. പക്ഷേ ഒരു ഖുർആൻ ക്ലാസ്സിന് 2 രൂപ അല്ലേ, 50 പൈസ, ഇതൊക്കെ നമ്മുടെ ഒരു ദാനധർമ്മത്തിൻ്റെ ഒരു ഏർപ്പാട്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു താല്പര്യമില്ല. നിങ്ങൾക്കറിയാം അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹുവിനെ കുറിച്ച്, കണ്ണ് കാണാ തന്തനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് നബിൻ്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അവഗണിച്ചു, ഒന്ന് മുഖം തിരിച്ചു.
16 ആയത്ത് ഖുർആനിൽ അവതരിച്ചു. അബസ വതവല്ല അൻജാഅഹുൽ അഅ്മ എന്ന് തുടങ്ങുന്ന 16 ആയത്ത്. ഈ 16 ആയത്ത് അദ്ദേഹത്തിന്റെ പേര് അവതരിച്ചു. നബിയെ, താങ്കൾ ചെയ്ത് ശരിയായിട്ടില്ല. അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിന്റെ നേരെ മുഖം തിരിച്ചത് ഒരിക്കലും ശരിയായില്ല. അപ്പോൾ 16 ആയത്ത് എൻ്റെ പേര് കിട്ടി. കണ്ണും കാഴ്ചയില്ല, അടങ്ങി നിന്നാൽ മതി, സ്വർഗം കിട്ടുമെന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല. മറിച്ച് മദീനത്തേക്ക് ഹിജറ പോകാനുള്ള കൽപ്പന വന്നപ്പോൾ ഒന്നാമത് നേതൃത്വം കൊടുത്ത് കടന്നുപോയ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു ആയിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ അവരല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ആയത്ത് അവതരിച്ചു. അപ്പോൾ 2 വട്ടം ഖുർആനിൽ ആയത്ത് അവതരിച്ച അദ്ദേഹത്തിന്റെ പേരില്ലേ. പിന്നെ മദീനത്തെത്തി പ്രവാചകന്റെ മസ്ജിദുൻ നബവിയിൽ അസിസ്റ്റന്റ് മുഅദ്ദിനായിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ അസിസ്റ്റന്റായിട്ട് ബാങ്ക് കൊടുക്കാൻ ആളായി നിശ്ചയിക്കപ്പെട്ടു. 4ാമത് മദീനത്തിൽ നിന്ന് പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പോൾ പ്രതിനിധിയാക്കപ്പെട്ടു. ഇപ്പൊ ഇത്ര ശ്രേഷ്ഠതകൾ കിട്ടി അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിന് നേരെ നബീന്റെ അടുത്ത് ചെല്ലും, എപ്പോഴും ചെല്ലും. ഓരോ യുദ്ധത്തിന്റെ സമയത്തും ചെന്ന് പറയും, നബിയെ എന്നെ യുദ്ധത്തിന് അയക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, താങ്കൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദമില്ല, കണ്ണിന് കാഴ്ചയില്ലല്ലോ, തിരിച്ചു പോരും. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഇദ്ദേഹം ചെന്നു, എന്നിട്ട് പറഞ്ഞു അബൂബക്കർ എന്നെ യുദ്ധത്തിന് അയക്കണം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖാദിസിയ യുദ്ധത്തിന് പുറപ്പെടാൻ നിൽക്കുന്ന സമൂഹത്തിന്റെ കൂട്ടത്തിലേക്ക് അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബി ഉമറെ, ഖാദിസിയ യുദ്ധത്തിലെ പോരാട്ട ഭൂമിയിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ഈ സൈന്യത്തിന്റെ കുളമ്പടി ശബ്ദം ഞാൻ കേൾക്കുന്നു, ആ സൈന്യത്തിന്റെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. അപ്പോൾ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു പറഞ്ഞു, താങ്കൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദമില്ല. എന്തിനാ? താങ്കൾക്ക് കണ്ണിനും കാഴ്ചയില്ലല്ലോ, പിന്നെ ഒരുപാട് നന്മകളില്ലേ, സ്വർഗം താങ്കൾക്ക് കിട്ടുമല്ലോ. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളെന്നെ തടയണത്? എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണോ നിങ്ങളെന്നെ തടയണത്? എങ്കിൽ ഉമറെ, താങ്കൾ കേട്ടോ, എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് എൻ്റെ ദുർബലതയല്ല, എൻ്റെ ശ്രേഷ്ഠതയുടെ കുറവല്ല. കണ്ണ് കാണുന്ന സ്വഹാബികള് യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ ആയുധം സഹിക്കവയ്യാതെ അവരുടെ പോരാട്ടം ശക്തമായാൽ പിന്തിരിഞ്ഞോടുന്നൊരു ഘട്ടം വന്നാൽ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിന് അതിന് കഴിയില്ല ഉമറെ. കാരണം എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, എന്നെ കൊണ്ട് യുദ്ധക്കളത്തിൽ എവിടെ നിർത്തിയാലും നിർത്തനടുത്ത് ഞാൻ നിൽക്കും. എത്ര വലിയ കൊലകൊമ്പന്മാർ വന്നാലും എത്ര ആയുധങ്ങൾ വന്നാലും നിർത്തനടുത്ത് ഞാൻ ഉണ്ടാകും. ഉമർ ബിൻ ഖത്താബ്, ഞാൻ തിരിച്ചോടില്ല. കാരണം എൻ്റെ കണ്ണിന് കാഴ്ചയില്ല. എവിടെന്നാ ശത്രുക്കൾ വരണതെന്ന് കാണാൻ, എവിടെന്നാണ് ആയുധങ്ങൾ വരുന്നതെന്ന് കാണാൻ എൻ്റെ കണ്ണിന് കാഴ്ചയില്ല ഉമറേ. അതുകൊണ്ട് എന്നെ യുദ്ധത്തിന് അയക്കണം. സ്വന്തം ദുർബലത ശ്രേഷ്ഠതയായിട്ട് എടുത്തു പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹുവിന്റെ ജീവിതവും ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ പോലും പോകാൻ കഴിയാത്ത, ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത മുസ്ലിം ഉമ്മത്തും തമ്മിൽ എത്ര അന്തരണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവസാനം ഉമർ റളിയല്ലാഹു സമ്മതിച്ചില്ല. ദേഷ്യപ്പെട്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ കണക്ക് പറയിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഖാദിസിയ യുദ്ധത്തിന്റെ പതാക എടുത്തിട്ട് അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ആ പതാകയും ഏറ്റുവാങ്ങി ഖാദിസിയ യുദ്ധത്തിന് പുറപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു യുദ്ധം കഴിഞ്ഞു. വധിക്കപ്പെട്ട ആളുകൾ അന്വേഷിച്ച് സ്വഹാബികൾ സഞ്ചരിക്കുമ്പോൾ അവർ കണ്ടു അതിവൈകാരികമായൊരു കാഴ്ച. ആകാശത്തിന്റെ ഉന്നതിയിൽ പാറിപ്പറക്കുന്ന ഇസ്ലാമിക ലോകത്തിന്റെ പതാകയുടെ ഒരറ്റം അബ്ദുല്ലാഹി മക്തൂം നെഞ്ചോട് ചേർത്തിരിക്കുന്ന കാഴ്ച. ഇസ്ലാമിക രാജ്യത്തിന്റെ പതാക പിടിച്ച വലത് കൈ വെട്ടേറ്റ് വീണപ്പോ ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് ഇടത് കൈ വെട്ടേറ്റ് വീണപ്പോ സ്വന്തം നെഞ്ചോട് ചേർത്ത് ഇസ്ലാമിക രാജ്യത്തിന്റെ പതാക സംരക്ഷിച്ച അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം കടന്നുപോയ, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിനെ കടന്നുപോയ സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പ്രവേശിക്കാനുള്ളത്? എന്ത് പ്രവർത്തനങ്ങളും കൊണ്ടാ, എന്ത് നന്മകളും കൊണ്ടാ, എന്ത് ത്യാഗപ്രവർത്തനങ്ങളും കൊണ്ടാ നമ്മളൊക്കെ കടന്നു പോകാൻ നിൽക്കണത് എന്ന് ആലോചിക്കണം നമ്മൾ. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, പടച്ച തമ്പുരാന്റെ സ്വർഗം, അതിൽ പ്രവേശിക്കാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. നിങ്ങൾക്കറിയോ, ഇസ്ലാം തൗഹീദ് മനസ്സിലേക്ക് കടന്നു വന്ന നന്മ നിറഞ്ഞ ജീവിതമാകണം, നന്മ നിറഞ്ഞ ജീവിതം. പക്ഷെ നമുക്കൊരു നന്മയും ചെയ്യാൻ കഴിയല്ല. നമ്മളെന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതില്ലാത്തൊരു ദിവസം ഉണ്ടായാല. ഒരാളെ സഹായിക്കാൻ പറഞ്ഞാൽ അതിനിട്ട് നേരില്ല. ഇപ്പം നമ്മൾ അയൽ വീട്ടിലൊക്കെ പോകണെന്തിനാ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ 2 ദിവസമായി കളിയും ചിരിയൊക്കെ കേൾക്കണം. എന്താപ്പം അതിൻ്റെ ഒരു കാരണം? അതന്വേഷിക്കാൻ നമ്മളാൾക്കാർ പോണത് അല്ലേ? 2 ദിവസമായി ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല. എന്തപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അതന്വേഷിക്കാനും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനും നമ്മൾ ചെല്ലും. പതുക്കെ നമ്മളിങ്ങനെ ചെല്ലും. എന്നിട്ടിങ്ങനെ എന്തൊക്കെ വർത്താനം, എന്താ ഇപ്പം ഇവിടെ ഉള്ളത്, മറിച്ച് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ നിങ്ങൾക്കറിയോ, അവർ ചെന്നിരുന്നത് ഞങ്ങളെയൊക്കെ കൂടുതൽ എന്ത് നന്മകളാ അവർ ചെയ്യണതെന്നറിയാൻ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചെന്നു. എന്തിനാ ചെന്നത്? സഅദ് റളിയല്ലാഹുവിന്റെ കുടുംബത്തിലെ സന്തോഷത്തിന്റെ കണക്കറിയാനല്ല അല്ലേ? അവിടെ എന്താ 2 ദിവസമായിട്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ തന്നെ, എന്താ ഇത്ര വലിയൊരു കാരണം അല്ലേ? നമ്മളിങ്ങനെ കൂടിയാലും പറയാനുള്ള എന്താ, കഴിഞ്ഞ ആഴ്ച ഉണ്ട് അവൾ ആ പച്ച സാരി എടുത്ത് അപ്പുറത്തൂടി പോണ ഞാൻ കണ്ട്.
അപ്പോൾ ഇപ്പോൾ അതിന് മുമ്പത്തെ ദിവസം വെളുത്ത സാരി എടുത്ത് ഇന്നോൻ്റെ വീടിൻ്റെ അപ്പുറത്തുകൂടി പോണതോളം ഞാൻ കണ്ട്. അല്ലേ, നമുക്ക് എന്താ ഇപ്പോൾ ആര് പോയാലും എന്താ ഇപ്പം അത്? നമ്മളെന്ത് ചെയ്യണ്ട? അവരെ നന്മകൾ എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ? ആ നന്മകൾ എന്തെങ്കിലും കിട്ടുമോ? അതറിയാനാണ് നമ്മൾ ചെല്ലേണ്ടത്. നമുക്ക് നാവിന്ന് തന്നെ സംസാരമൊക്കെ കേട്ടാൽ പിന്നെ ഇവരൊക്കെ മുസ്ലിങ്ങളാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. നാവിൽ കൂടി പുറത്തു വരുന്ന സംഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ കേട്ടാ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് ഒരു ദിവസം ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ കുള്ളത്തി എന്ന് വിളിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കുള്ളത്തിയാണ് അങ്ങ് ഓർക്കണമെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ കൂടി പറഞ്ഞു, ആയിഷ, നീ പറഞ്ഞ വാചകണ്ടല്ലോ, അതെടുത്ത് കടലിൽ കൊണ്ടുപോയി കലക്കിയ കടലിലെ വെള്ളം പോലും മലിനമായി തീരും, അതുവരെ മോശമായി തീരും. അപ്പൊ നമ്മളൊക്കെ പറയണ വാചകങ്ങളൊക്കെ എടുത്ത് കലക്കാൻ നിന്ന കടല് ബാക്കിയുണ്ടാവും. ഇനി ലോകത്തുള്ള വെള്ളം മുഴുവൻ തീർന്നാലും പിന്നെ നമ്മുടെ വാചകങ്ങൾ ബാക്കി നിൽക്കും. അതാ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ. ആ രൂപത്തിലുള്ള സംസാരങ്ങളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നന്മക്ക് വേണ്ടി ഒന്ന് ഉപയോഗപ്പെടുത്താൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും സഹായിക്കാൻ, എല്ലാവർക്കും നമ്മൾ അതാ ഓൻ്റെ കുട്ടി അങ്ങനെ, ഇവൻ്റെ കുട്ടി അങ്ങനെ, അവൻ അങ്ങനെ, നമ്മുടെ മോൻ എങ്ങനെ, അവനെ നിസ്കരിക്കാറില്ല, നമ്മുടെ കുട്ടി നിസ്കരിക്കാറുണ്ടോ? അവനെ എപ്പോഴും എന്നും ഗുരുത്തക്കേടാ. നമ്മുടെ ഇപ്പുറത്തുള്ളത് എങ്ങനെ? ഒന്ന് അങ്ങട്ടിയുണ്ടിയാ മൂന്നെണ്ണം സ്വന്തം നെഞ്ചത്തിക്ക. ആ ബോധം ആർക്കില്ല. നമ്മൾ മറ്റുള്ളവരെ കാര്യം അന്വേഷിക്കാനും മറ്റുള്ളവരെ കുറവന്വേഷിക്കാനും അവരുടെ കുറ്റവും കുറവെല്ലാം നോക്കി അടക്കാൻ ആരെ സഹായിക്കാനും തയ്യാറല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിക്കണ സമയത്ത് ഉഹുദിലും ബദറിലൊക്കെ ഷഹീദാക്കപ്പെട്ട സ്വഹാബികളുടെ വീടുകളിൽ ചെല്ലും. സ്വഹാബ വനിതകൾക്ക് എല്ലാ സഹായവും. ഒരു സഹോദരൻ്റെ സ്നേഹം നൽകും. അവിടുത്തെ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തടവി ഒരു പിതാവിൻ്റെ സ്നേഹം നൽകും. അവർക്ക് ഒട്ടകത്തെ കറന്നു കൊടുക്കും, ആടിനെ കറന്നു, എല്ലാ സഹായം ചെയ്തു കൊടുക്കും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ആ മദീനയിലെ ഈ ഒരു കുടിലിൽ നിന്ന സംഭാഷണത്തിൽ ഉമ്മ പറഞ്ഞു, മോളെ, ഇനി നാളെ മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ വീട്ടിലേക്ക് വരില്ല. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹു വരില്ല. എന്താ കാരണം? ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു. ആ പിറ്റേ ദിവസം മദീനയിലെ വാതിലൊരു മുട്ടി കേട്ടു. ആ വാതിലിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാകും ഒരു കുട്ടിയെ വാതിലിറന്ന് ഉമ്മയോട് വിളിച്ചു, ഉമ്മ, നമ്മുടെ കറവക്കാരൻ വന്നിരിക്കുന്നു. ആ ഉമ്മ ഓടി വന്ന് നോക്കുമ്പോൾ കയ്യിലൊരു പാത്രം എടുത്ത് ആടിനെ കറക്കുന്ന ആലയിലേക്ക് നടന്നു പോകുന്ന ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ രംഗം. അവരാ സ്വർഗത്തിലേക്ക് കടന്നുപോയി നമ്മുടെ മുൻഗാമികൾ. അവരാ നമ്മുടെ സ്വർഗത്തിലേക്ക് കടന്നുപോയി നമ്മുടെ മുൻഗാമികൾ. ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ സഞ്ചരിച്ച ആ സുന്ദരമായ പാതയിലൂടെ ഈ സമൂഹത്തിന് മാതൃകായോഗ്യരായി ജീവിതം കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ സ്വർഗം വിലക്ക് വാങ്ങാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അർഹത നേടേണ്ടവരായി നമ്മൾ മാറണം. അതിന് നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. എല്ലാം ഇവളൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഇതൊരു മുസ്ലിമാണെന്ന് പറയാൻ കഴിയണ ഒരു ജീവിതമാകണം നമുക്ക്. നമ്മളൊക്കെ പ്രബോധകളാണ്, ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കാനുള്ളവരാ. നമ്മൾ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ പറയുന്ന ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ഇന്നാളുണ്ട്, എൻ്റെ ബാപ്പുണ്ട്, എൻ്റെ ഉമ്മയുണ്ട് എന്ന് പറയുന്നതിനേക്കാളേറെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, എൻ്റെ ജീവിതം ഇസ്ലാമിൻ്റെ ജീവിതമാണെന്ന് പറയാൻ, എൻ്റെ ജീവിതം ഖുർആനിൻ്റെ ജീവിതമാണെന്ന് പറയാൻ, എൻ്റെ ജീവിതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയാണെന്ന് പറയാൻ കഴിയുന്ന ആളുകൾക്കുള്ളതാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ പടച്ച തമ്പുരാന്റെ പ്രവാചകൻ വിശദീകരിച്ചു തന്നതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് രംഗത്തും നിസ്കാരം കൃത്യമായിട്ട്, വസ്ത്രധാരണം കൃത്യമായി, അതുപോലെ എല്ലാം ഈ ടെലിവിഷൻ അതൊക്കെ കുറച്ചിട്ട് അല്ലേ, അതുപോലെ കുറച്ചൊക്കെ ഒന്ന് കുറച്ചിട്ട് എല്ലാം നന്മകളൊക്കെ ഒന്ന് കാണാനും നന്മകളൊക്കെ ഒന്ന് പറയാനും നന്മകൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ജീവിക്കാൻ, പരമാവധി ഇസ്ലാമിക പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ, ഖുർആാനോടൊക്കെ. ഇതിപ്പോൾ നമ്മൾ 10-60 കൊല്ലം ജീവിച്ചവരില്ലേ, 40 വയസ്സുള്ളവരുണ്ട്, 20 വയസ്സുള്ളവർ 25 ഉണ്ട്, 30 വയസ്സുള്ളവർ 35 ഉണ്ട്, 60 വയസ്സുള്ളവരൊക്കെ ഉണ്ട് ഈ സദസ്സിൽ. ഒരു 60 വയസ്സുണ്ടായിട്ട് ഒരു 60 ആയത്ത് കാണാതെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥ? ഒരു 25 കൊല്ലം ഭൂമിയിൽ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിച്ച് ജീവിച്ചിട്ട് ഒരു 25 ആയത്ത് മനപ്പാടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥ? അതിപ്പോൾ മൗലവി അറബി കോളേജിൽ ഞങ്ങൾ പോയിട്ടില്ല, അറബിയൊന്നും ഇപ്പം ഞങ്ങൾക്ക് അത്ര വശല്ല അല്ലേ. എന്നാൽ ഒരു ഗൾഫിലേക്കൊരു വിസ ഉണ്ട്, അതിന് കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കമ്പ്യൂട്ടർ തൊടാത്തവനും പോകും. എന്തിനാ? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സിൽ പോകും. പഠിക്കും. നമ്മൾ 27,50,000 കൊടുത്ത് നമ്മൾ പഠിക്കും. ഇംഗ്ലീഷ് പഠിച്ചാൽ ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ ഇംഗ്ലീഷ് പരീക്ഷ കഴിച്ചിട്ടുണ്ടാകില്ല. ഓനും പോകും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ. എന്തിനാ?
അത് ഗൾഫിലേക്കൊരു വിസ ഉണ്ട്, ദുനിയാവിൻ്റെ കാര്യം. എന്നാ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം വേണോ? ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. അത് നിങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം. നീ ആദർശമറിയാത്ത ആളുകൾ ഈ ചുറ്റുഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കണേ. ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും ചെന്നിട്ട് അവരോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അതിനിപ്പോൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയണമല്ലോ. പ്രസംഗമല്ല ദഅവത്ത്, ഒരു ലഘുലേഖ കൊണ്ടുപോയി കൊടുക്കാൻ. ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ ഈ പരിപാടിൻ്റെ ഒരു നോട്ടീസ് കയ്യിൽ കിട്ടിയിട്ട് അയൽ വീട്ടിലെ സഹോദരിക്ക് ഈ നോട്ടീസ് ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞാൽ അതും ദഅവത്താണ്. ഒരാൾ ഈ പരിപാടിയിലേക്ക് നമ്മൾ മുഖേന കടന്നു വന്നാൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞ പ്രതിഫലം കിട്ടും. ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കൾ മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ചുവന്നൊട്ടകം ലഭിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ മുഖേന ഒരാൾ ഈ ആദർശത്തിലേക്ക് കടന്നു വരിക. ഒരാൾ കടന്നു വന്നാൽ മതി, നമുക്ക് ഈ ലോകത്തെ കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം കിട്ടും, ഏറ്റവും വലിയ പ്രതിഫലം. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാൻ മാത്രം നമുക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് ദഅവത്ത് ചെയ്യാൻ നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ വായിച്ചൊരു പുസ്തകം, നമ്മൾ കേട്ടൊരു CD അതൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ. അതിനധികം വിവരമൊന്നും വേണ്ട. ഒരു CD കൊണ്ടുപോയി കൊടുക്കാൻ എന്ന് വെച്ചാൽ കാലിന് സ്വാധീനമുള്ള ഏതൊരുത്തനാണെങ്കിലും പോയി കൊടുക്കാം. അതിന് വല്ല പണ്ഡിതനും ഖുർആൻ ഫുള്ള് മനപ്പാടാക്കൊന്നും വേണ്ട. പണ്ഡിതന്മാർക്ക് മാത്രമേ ദഅവത്ത് പാടുള്ളൂ എന്നൊന്നുമില്ല. പഠിച്ച കാര്യം പറഞ്ഞു കൊടുക്കുക. അതാരായിരുന്നാലും ശരി, ഒരു ആയത്താണ് പഠിച്ചെങ്കിൽ അത് പോയെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചോന്റെ കോടതിയിൽ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ആ അള്ളാഹുവിൻ്റെ കോടതി ചെല്ലുമ്പോൾ സ്വർഗാവകാശികളായി കടന്നു പോകുന്ന പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയൊക്കെ കൂടെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. ആ സ്വർഗം നമുക്ക് കന്യാണെങ്കിൽ നമ്മൾ മാത്രം പോയാൽ പോരല്ലോ. നമ്മുടെ മക്കൾ പോകണം, നമ്മുടെ ഭർത്താക്കന്മാർ വേണം, നമ്മുടെ സഹോദരങ്ങൾ വേണം, നമ്മുടെ ബന്ധുമിത്രാദികൾ വേണം. എല്ലാവരും നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണം. അതിന് നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ. നമ്മുടെ കുടുംബത്തെ നമ്മൾ നന്നാക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നന്നാക്കണം, നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ നന്നാക്കണം. എല്ലാവരെയും നന്നാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ തിരിച്ചു പോകേണ്ടത്. സംസ്ഥാന സമ്മേളനം ചങ്കരംകുളത്ത് വെച്ച് നടക്കുന്നു. ആ സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളിൽ മുഴുവൻ നമ്മൾ താല്പര്യപൂർവ്വം പങ്കെടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചുറ്റുപാടുകളിലും ഈ വീടുകളിലും അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങളിലെല്ലാം സജീവമായി സഹകരിച്ച് അവരെ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാദാനങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തര തമ്പുരാനെ. രോഗം കൊണ്ട് വലയുന്ന മുഴുവൻ പണ്ഡിതന്മാർ, കാരണവന്മാർ, മാതാപിതാക്കൾ, അവരുടെ മുഴുവൻ ജീവിതം പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.